കിടക്കുമ്പോഴൊക്കെ ഒരു കറുത്ത രൂപം കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുട്ടത്ത് ലൈറ്റ് ഇടാതെ ഉറങ്ങാൻ പറ്റാത്ത അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇരുട്ടിന്റെ അപ്പുറത്തേക്കും പകലിനെ പേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ ഇൻകാസ്റ്റേഴ്സിനകത്ത് പറഞ്ഞിട്ടില്ലേ, അപ്പുകുട്ടൻ ഒന്നിനോടും പേടിയില്ല, കാരണം അപ്പുകുട്ടൻ ഇതിനെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. ചിത്രയ്ക്ക് ഇരുട്ടിനെ പേടിയുണ്ടോ? ഓ, നല്ല പേടിയാ. എന്തുകൊണ്ടാണ് ഇരുട്ടിനെ പേടിക്കുന്നത്? ഇരുട്ടായതുകൊണ്ട് അല്ല, മേ ബി ഈ ചെറുതിലെ കേട്ട എന്തെങ്കിലും കഥകൾ കൊണ്ടാണോ? പൊതുവെ നമ്മൾ ഇരുട്ടത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭൂതം പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിലെ ചോറ് വരെ തന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും ഇരുട്ടിനെ ഭയങ്കര പേടിയാ. പിന്നെ എന്തെന്നാ, പ്രേതം, ഭൂതം, പിശാചുക്കൾ ഇതൊക്കെ രാത്രിയാണ് ഇറങ്ങുന്നതെന്നാണ്. പകൽ വെളിച്ചത്തിൽ ഇവരൊന്നും കാണില്ല. അപ്പൊ നമുക്ക് സുരക്ഷിതമായിട്ട് നടക്കാം. രാത്രിയാകുമ്പോ ഇവരൊക്കെ വരുന്നുള്ളൊരു കുഞ്ഞിലേ ഉള്ളൊരു ഇതും, പിന്നെ തെളിയിക്കുന്ന രീതിയിലുള്ള കുറെ റീൽസും കാര്യങ്ങളും ഒക്കെ അതിപ്പോഴും കാണുന്നതുകൊണ്ട് ആ ഒരു ചിന്ത വെടിയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇരുട്ടിനെ ഭയങ്കര പേടിയാണ്. ഞാൻ ഇരുട്ടത്ത് പുറത്തൊന്നും ഇറങ്ങാറില്ല, പേടിയാ. ഇരുട്ടത്ത് ഈ പുറത്ത് മേ ബി പോയി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഭയങ്കര ആൻസൈറ്റി ഒക്കെ തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്. ഞാൻ രാത്രി ചില സമയത്ത് രാത്രി നമ്മുടെ ഒരു ഇടവഴിയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, കടയിലൊക്കെ പോയിട്ട് ചിലപ്പോ ആ ഒരു ഓണത്തിന് ചിലപ്പോ ഫോണൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകുമ്പോ ആ ഒരു ഓണത്തിനങ്ങ് പോകും. തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോ ഫോൺ ചെയ്യാനൊക്കെ മറന്നു പോകും. അന്നേരം ഒക്കെ ആരെങ്കിലും വിളിച്ചാൽ പോലും ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കും, കാരണം എന്റെ പുറകെ ആരെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ എനിക്ക് ടെൻഷൻ ആവും. അങ്ങനെയൊക്കെ കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ റോജൻ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കൺസൾട്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ അവിടെ ഉള്ള ഒരു ചേട്ടൻ എന്റെ അടുത്ത്, ഞാൻ അങ്ങോട്ട് കടയിലേക്ക് പോയപ്പോഴേക്കും, നിങ്ങളുടെ അവിടെ അല്ലേ റോജൻ ബാബാജി ഉള്ളത്, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്കുണ്ട്. ആള് ഇരുട്ടത്ത് ഇരുട്ടത്തെന്നല്ല, കിടക്കുമ്പോഴൊക്കെ ഒരു കറുത്ത രൂപം കാണുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് പേടിയായി. ഞാൻ വളരെ കൂളായിട്ടാണ് ഞാൻ ആ ഇടവഴി കയറി ഞാൻ കടയിലോട്ട് പോയത്. തിരിച്ചു വന്നപ്പോഴേക്കും ഇത് കേട്ടത് പിന്നെ ഞാൻ ആ പേടി ഞാൻ പിന്നെ ഇതാക്കി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ആ കൂളായിട്ട് ഞാൻ ആ ഇടവഴി കൂടെ പോകുന്നേനെ. പക്ഷെ ഇത് കേട്ടപ്പോ എന്നിട്ട് ഞാൻ പറഞ്ഞു, മര്യാദക്ക് എന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുനാളിലെ മുതലേ കാണുന്ന ഒരു ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ മര്യാദക്ക് വീട്ടിൽ കൊണ്ടാക്കിക്കോ, എനിക്ക് പേടിയാ, ഞാൻ മര്യാദക്ക് ഇങ്ങോട്ട് വന്നതാ, ഇപ്പൊ ഈ വർത്താനം എന്റെ അടുത്ത് ഈ രാത്രി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ആളെന്നെ വീട്ടിൽ കൊണ്ടാക്കുക ചെയ്തത്. എനിക്ക് അത്രത്തോളം പേടിയാണ് ഈ ഇരുട്ടത്ത്. പുള്ളി ഇപ്പൊ പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെ ഇരുട്ടത്ത് പല രൂപങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനർജി പ്രസൻസ് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അതിനകത്തില് സീനിയർ സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് ഈ എനർജി മാറ്റേഴ്സ് എന്നുള്ള രീതിയിലും ഇങ്ങനെ അവര് എന്താ പറയുക, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊക്കെ സംസാരിച്ചു തരും, ക്ലാരിഫൈ ചെയ്തു തരും. അല്ലാത്ത ഈ ഇരുട്ടത്ത് ലൈറ്റ് ഇടാതെ ഉറങ്ങാൻ പറ്റാത്ത അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഇരുട്ടത്ത്, ചിത്ര ഇപ്പൊ വഴി കൊണ്ട് നടന്നു പോകുന്ന കാര്യമല്ലേ പറഞ്ഞത്, ഇവർക്ക് ഇരുട്ടെന്ന് പറയുന്നത് ചെറുപ്പം തൊട്ട് പേടിയാണ്. ആ ഇരുട്ടത്ത് അവർക്ക് ആൻസൈറ്റി ലെവൽ തോന്നും. എനിക്ക് ലൈറ്റ് ഇട്ടാലേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതും കൂടെ ഞാൻ പറയട്ടെ. അതായത് ഞാൻ രാത്രി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ലൈറ്റ് അണച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് പേടിയാണ് ഇപ്പോഴും. ഞാനിതിപ്പോ ആതിരെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊരു ചെറിയൊരു വെളിച്ചം ആ റൂമിൽ വേണം. അതുകൊണ്ട് കുഞ്ഞുനാളിലെ തൊട്ട് ശീലിച്ചേക്കുന്നത് ചെറിയ ആ ബൾബിന് LED ബൾബില്ലേ, അത് വാം ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അല്ല, അതിനകത്തില് ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ ഈ ഒരു ലൈറ്റ് ഓഫ് ആയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആൻസൈറ്റി ലെവലൊക്കെ കൂടിയിട്ട് ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അതേപോലെ ഇരുട്ടത്തുള്ള സ്ഥലങ്ങളില് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിന്റെ അപ്പുറത്തേക്കും ഒരു മാറ്റം ഇവരിലേക്ക് വരുന്നത് അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ബോധം പോകുന്നതിന്റെ അപ്പുറത്തേക്കും ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ആൻസൈറ്റി ലെവലൊക്കെ കൂടിയിട്ട് ചില രൂപങ്ങളെയൊക്കെ അവർ കാണുന്ന അവസ്ഥ, ആ രൂപങ്ങൾ അവരെ ആക്രമിക്കാൻ വരുന്നു ഉള്ളൊരു ഫീല്. ഇതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ചിത്ര പറഞ്ഞ പോലെ ചെറുപ്പം മുതലുള്ള ശീലങ്ങൾ അതൊരു പ്രധാന പങ്ക് വഹിക്കും. പണ്ട് നമ്മുടെ ഗാന്ധിജിയുടെ ആത്മകഥയ്ക്കകത്ത് പുള്ളിക്കാരന് ചെറുപ്പത്തിൽ പുറത്തിറങ്ങാൻ പേടിയായിരുന്നു, പ്രേതം പിടിച്ചോണ്ട് പോകും. അങ്ങനെ ആ ഒരു പേടി, ആ ഒരു ഭയം ചെറുപ്പം മുതൽ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഇരുട്ടിനെ നമ്മൾ കൂടുതൽ പേടിക്കുന്ന പോലെ ഇരുട്ടിന്റെ അപ്പുറത്തേക്കും പകലിനെ പേടിക്കുന്ന ആൾക്കാരും ഉണ്ട്.
എന്നുവെച്ചാൽ ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവാനുള്ള പേടി, ട്രാവൽ ചെയ്യാനുള്ള പേടി. എനിക്ക് ആവക പേടികളൊന്നുമില്ല. അതൊക്കെ കുഞ്ഞുനാളിലെ നമ്മള് ഇതിപ്പം വളർത്തുന്ന കുറെ പ്രശ്നങ്ങളാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുനാളിലെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാൻ കൂടെ നമ്മൾ തന്നെ ക്രോസ് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ല. റോഡിന്റെ സൈഡിൽ കൂടെ നമ്മളെ നടത്താനായിട്ട് സമ്മതിക്കില്ല. അപ്പം ആ സമയത്ത് പോണ്ട, ഒറ്റയ്ക്ക് ഇപ്പം ആളുകളൊക്കെ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അന്ന് പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ പോകുന്നത് ഭയങ്കര ഫ്രീഡം ആയിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. അപ്പം ഞാനും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ള. കാരണം എന്താ വെച്ചാൽ ഞാൻ 8 തൊട്ട് 10 വരെ, അതായത് കുഞ്ഞുനാളിൽ തൊട്ടിട്ട് 10ാം ക്ലാസ് വരെ ഞാൻ സ്കൂൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതല്ലാണ്ട് നമ്മുടെ സ്കൂൾ അടുത്തടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 8 തൊട്ട് 10 വരെ ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ സ്കൂൾ ബസ്സിൽ പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ ആ ഒരു ടൈം മാറി കഴിഞ്ഞപ്പോഴേക്കൊക്കെയാണ് സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ വന്നേ പിന്നെയാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിലേക്ക് അങ്ങനെ ഇതായത്. കാരണം നമ്മളെ കുഞ്ഞിലേ തൊട്ട് വളർത്തുന്ന ശീലമാണ്. എന്റെ അനിയത്തിന് ഇങ്ങനെ തന്നെയായിരുന്നു. റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരാൾ കൂടെ അവിടെ വന്ന് നിൽക്കുമായിരുന്നു, പേടിക്കുമായിരുന്നു, ഒറ്റയ്ക്കൊന്നും വിടത്തേയില്ല. അച്ഛനാണെങ്കിൽ അമ്മയുടെ ഒപ്പം നമ്മൾ പോയാൽ പോലും അച്ഛന് പേടിയായിരുന്നു. ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോ അവർക്ക് അത്രയും ടെൻഷൻ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഇത്ര എക്സ്ട്രാ കെയർ കൊടുക്കുമ്പോൾ അവര് ഒന്നിനും പ്രാപ്തിയില്ലാത്ത കുറെ ആളുകളായിട്ട് മാറും. ഞങ്ങള് തന്നെ അത് പൊട്ടിച്ച് മാറ്റിയതാണ്. ഇപ്പൊ അനിയത്തി പുറത്താണ്, അവള് വേറൊരു രാജ്യത്താണ്. ഇപ്പൊ ആ ഒരു പ്രശ്നമില്ല. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന അല്ലെങ്കിൽ അത് പേടിച്ചിരുന്ന ആൾക്കാര് ഇപ്പൊ വേറെ ആ കുട്ടി തന്നെ അന്യ രാജ്യത്ത് കിടക്കുന്നു, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് വളരെ കൂളായിട്ടൊക്കെ കേൾക്കുമ്പോ, രാത്രിയൊക്കെ അവള് ഇങ്ങനെ വരികയാണെന്ന് പറഞ്ഞിട്ട് അവള് റൂമിലേക്ക് ഇപ്പോഴാണ് എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്കൊക്കെ വളരെ കൂളായിട്ടാണ് അതൊക്കെ കേൾക്കുന്നത്. യൂസ്ഡ് ആയി മാറുന്നതാണ്. ഈ യൂസ്ഡ് ആയി നമ്മൾ മാറ്റുന്നതിന്റെ അപ്പുറത്തേക്കും ഇപ്പൊ ചിത്ര പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫ് ഇത് എന്താ തകർത്ത് കളയുന്ന തലങ്ങളിലേക്ക് നമ്മളതിനെ വീക്കായി പോകുന്ന സിറ്റുവേഷൻസ്. ഇതിനകത്തില് പ്രധാനമായിട്ടും ഈ ഇരുട്ടത്ത് രൂപങ്ങൾ കാണുക എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അതിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഇല്യൂഷൻസ് ആണ് അല്ലെ? അതെ, അത് മിക്കതും ആ ഒരു സ്റ്റേജ് തന്നെയാണ്. നമ്മൾ എവിടുന്നെങ്കിലും നമ്മൾ വിചാരിക്കും നമുക്കത് നമ്മുടെ മൈൻഡ് പോലും, ഈ കോൺഷ്യസ് മൈൻഡ് പോലും പറഞ്ഞു തരത്തില്ല ആ സന്ദർഭത്തിൽ ഞാൻ ആ കേട്ട ആ കഥയിൽ നിന്ന് ഞാൻ ചിന്തിച്ചെടുത്ത രൂപമാണെന്ന്. ചില സ്റ്റോറീസ് ഒക്കെ നമ്മൾ വെറുതെ കേൾക്കത്തില്ല, വെറുതെ കേട്ട് പോവും. ഓക്കെ, കേട്ട് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മുടെ മൈൻഡിന്റെ കോൺഷ്യസ് മൈൻഡിനകത്തില് എന്തെങ്കിലുമൊക്കെ രൂപങ്ങള് അത് സൃഷ്ടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഓൺ ദ ഫ്ലോയിൽ ആ സാധനങ്ങളൊന്നും ഓർക്കൂല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ ഒന്ന് ഇരുട്ടത്ത് ഈ സാധനത്തെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ പല രൂപങ്ങളെ കാണും. എനർജി പ്രസൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ മൈൻഡിന്റെ അകത്ത് ഈ ഒരു ഭയം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഈ എനർജി വേരിയേഷൻ ഉള്ള ഇരുണ്ട പ്രദേശങ്ങളിലേക്കൊക്കെ നടക്കുന്ന സമയത്ത് ഈ എനർജീസ് തമ്മിൽ മാച്ച് ആയിട്ട് നമുക്ക് അതിന്റെ പ്രസൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം അതിനുള്ള വഴി ഞാൻ തന്നെയാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. എന്റെ ഭയത്തിലൂടെ ഞാൻ ആ വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എനർജി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും ചിന്തിക്കാത്ത നമ്മുടെ ഇൻകാസ്റ്റേഴ്സിനകത്ത് പറഞ്ഞിട്ടില്ലേ, അപ്പുകുട്ടൻ ഒന്നിനോടും പേടിയില്ല. കാരണം അപ്പുകുട്ടൻ ഇതിനെ പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. പേടിക്കാനും ഒരു ബുദ്ധി വേണം. അതെ, അപ്പുകുട്ടൻ ഇരുട്ടിനെ പേടിയില്ല. ആ മുറിയിൽ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്. ബാക്കി എല്ലാ ആൾക്കാരും പല രീതിയിലുള്ള ശബ്ദങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാത്തിനകത്തിലും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി ഒറ്റയ്ക്ക് കിടക്കുകയാണ്. പുള്ളിക്ക് ഇരുട്ടിനെ പേടിക്കുന്നില്ല. അത്രയും വലിയൊരു ബംഗ്ലാവ് ഒറ്റയ്ക്കാണ് കിടക്കുന്നത് എന്നുള്ള ഒരു പേടിയില്ല. നമ്മളൊക്കെ ചിലപ്പോ പോയി കടന്നു കഴിഞ്ഞാൽ ഓക്കെ, ഈ കഥകളൊക്കെ കേട്ടിട്ട് ഒക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ ഞാൻ അപ്പോഴേ ബോധം കിടും. ഈ കഥയെ ബോധർ ചെയ്യാത്ത ആളായതുകൊണ്ടാണ് പുള്ളി എത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ നമ്മൾ ഇരുട്ടത്ത് കാണുന്ന രൂപങ്ങൾ, ഇരുട്ടിന്റെ നിന്ന് ഉണ്ടാവുന്ന പ്രസൻസുകൾ, ഈ കാര്യങ്ങളൊക്കെ നോർമലി ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ആ ഒരു സൈക്കോതെറാപ്പിസ്റ്റുകൾക്ക് ഇവരൊക്കെ ഉണ്ടാവുന്ന ഇവരതിനെ പഠിച്ച് നിരീക്ഷിച്ച് അവരതുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അല്ലാത്ത സാധാരണ മനുഷ്യർക്ക് ഇത് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനുള്ള വഴി വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത്തരം കഥകളൊക്കെ കേട്ട് ഭയം ഓൾറെഡി ഉണ്ട്, പക്ഷെ പുറത്ത് നമ്മൾ എന്താവും, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. എനിക്ക് പ്രേതപ്പടം കാണുന്ന ഇഷ്ടമാണ്, എനിക്ക് പ്രേതങ്ങളുടെ നോവൽസ് വായിക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഭയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഇത്തരം അനുഭവങ്ങളൊക്കെ എന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാനുള്ള വഴി ഞാൻ തന്നെ തുറന്നിട്ടു.